കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? ഇല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കാണ് എന്റെ പ്രശ്നം എന്താണ്? എനിക്ക് ജോലിയില്ല. എനിക്ക് എങ്ങനെ ജോലി കണ്ടെത്താൻ പറ്റും? എനിക്ക് ജോലി അവിടെ ഇന്ന ജോലിയുണ്ട്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള സ്കിൽ എന്റെ കയ്യിലില്ല. ആ സ്കില്ല് ഞാൻ പഠിച്ചെടുത്താൽ എനിക്ക് ജോലി കിട്ടും. അതിലൂടെ എന്നന്നേക്കുമായിട്ട് എന്റെ ഭക്ഷണത്തിന്റെ പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ ചിന്തിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മളൊരു ലീനിയർ തിങ്കർ ആയിരിക്കണം. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് എന്താണ് ലക്ഷ്യം? നമുക്ക് താൽക്കാലമായിട്ട് എവിടെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. നിങ്ങൾ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുമോ? ഓക്കെ. ഞാൻ ഒരു കാര്യം ചെയ്തു. നമ്മൾ സപ്പോർട്ടൊക്കെ പറഞ്ഞിട്ട് എന്റെ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരാളെ ജോലിക്ക് എങ്ങനെങ്കിലുമൊക്കെ കേറ്റി. പക്ഷേ ആ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ നമുക്കില്ല. നമ്മൾ ആകെ ഉദ്ദേശിച്ചത് ജോലി കിട്ടിയ എല്ലാ പ്രശ്നവും സോൾവ് ആവും എന്നായിരുന്നു. ബട്ട് നമ്മളുടെ പ്രോബ്ലം അതിലും വലുതുണ്ടായിരുന്നു. അതിനെ നമ്മൾ മനസ്സിലാക്കിയില്ല, ഐഡന്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. ആ ജോലിയിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതിന് വേണ്ട സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ പ്രോബ്ലം പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത്. എനിക്ക് കോഴ്സ് കഴിഞ്ഞ് എനിക്ക് എന്താ ജോലി കിട്ടാത്തത്? ജോലി കിട്ടാത്തത് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? സജ്ജമാകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രോബ്ലം. അത് നമ്മൾ എന്നാണോ തിരിച്ചറിയുന്നത് അന്നേ നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. അതിന് വേണ്ട പണി എപ്പോഴാണോ എടുക്കുന്നത് അപ്പൊ മാത്രമേ നമുക്കതിൽ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോ ഒരു ലീനിയർ തിങ്കറെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോ അവന്റെ ആൻസർ കിട്ടാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതിയാവും. ആൻസർ കണ്ടെത്താൻ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വളരെ കുറച്ച് സമയം മാത്രം മതിയാവും. എന്നാൽ ഒരു സ്കാറ്റേർഡ് തിങ്കർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ചിന്തന്റെ സമയത്തിന് ഒരു 100,000 കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായിട്ട് എത്താൻ സാധിക്കുകയുമില്ല എന്നുള്ളതാണ് ഒരു പ്രപഞ്ച സത്യം. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിലുള്ള സത്യം എന്ന് പറയുന്നത് അതാ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ തിങ്കിങ് മസിലിരിക്കുന്ന ബ്രെയിനെ നമുക്ക് 4 പീസുകളാക്കിയിട്ട് മാറ്റാം. 4 പീസുകളാക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ശ്രദ്ധിക്കണേ. 4 പീസുകളാക്കിയിട്ട് നമ്മളുടെ ബ്രെയിനെ നമ്മൾ പൊളിക്കാൻ പോവാണ്. അപ്പൊ എന്താണ് തിങ്കിങ് മസിൽന്ന് ഞാൻ പറഞ്ഞു. ഒരു മസിലിന്റെ പ്രത്യേകത അത് ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പുഷ്ടിപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കണം? അതിന് വേണ്ടതായിട്ടുള്ള എന്താണോ കാര്യം പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക? പുഷ്ടിപ്പെട്ടു വരിക. അതുപോലെ തന്നെയാണ് നമ്മളുടെ തിങ്കിങ് മസിലും എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ തിങ്കിങ് മസിൽ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തിങ്കിങ് മസിൽ ലീനിയർ തിങ്കർ ആണെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ചിന്തകളെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ ബ്രെയിനാണ് ഇതിരിക്കുക. നമുക്കിതിനെ 4 പീസാക്കാം. എത്ര? 4 പീസാക്കിയിട്ട് മാറ്റാം. 4 പീസാക്കിയിട്ട് നമ്മൾ മാറ്റുക. 4 പീസാക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ തിങ്കിങ് മസിൽസിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇത് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾ ഇതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഒരാഴ്ച സമയമുണ്ട്. ആ സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് അടുത്തത് പഠിപ്പിച്ചു തരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒന്ന് ലീനിയർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. മറ്റുള്ള കോഴ്സിന്റെ പോലെയല്ല ഇതിന് പഠിക്കുന്നത്. വളരെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ കൃത്യമായിട്ടാണ്. ഒരു ക്ലാസ് മിസ്സായാലും അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് വരുന്ന ആളുകൾ കൃത്യമായിട്ട് വരിക, അല്ലെങ്കിൽ റെക്കോർഡിങ്സ് എന്തായാലും കേൾക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മള് ആക്ടിവിറ്റി പെർഫോമൻസ്, അതായത് നിലവിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കുള്ള പ്രസന്റിലി നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാണ്. നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തണം. അപ്പോ എനിക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം ഡെവലപ്മെന്റ്, അതായത് എനിക്ക് എന്തെല്ലാം കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട്
കൂടുതലായിട്ട് എന്റെ മേലിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയാണോ മനസ്സിലായിക്കോ അതിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മള് അപ്പുറത്തിപ്പുറത്തൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണേ, ഈ 4 ഇത് 3 ക്ലോസിംഗ് ആണ്. ഈ ഒരൊറ്റ പാത്രം, ഈ ഒരു അടപ്പ് മാത്രം തുറന്നു വെച്ചിട്ടാണ് നമ്മൾ ഇത് മാത്രമാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അതായത് അതായത് പ്രസന്റിലി നമുക്കുള്ള ആക്ടിവിറ്റി എന്തെല്ലാം, നമുക്കത് പെർഫോമൻസ് കൂട്ടണം. നമ്മളെ പെർഫോമൻസ് എത്ര ലെവലുണ്ട്, ആ ലെവലിൽ നിന്ന് എത്ര ശതമാനം കൂട്ടിയാലാണ്, വളരെ കുറഞ്ഞ ശതമാനം കൂട്ടിയാൽ മതി. നിങ്ങൾ 50%, 100% ഒന്നും ഒന്നിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. അതെങ്ങനെ കൂട്ടേണ്ട സ്ട്രക്ചർ ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ, കുറച്ച് മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി. നമ്മളെ സ്കില്ലുകളിൽ നമ്മൾ കുറച്ച് ഡെവലപ്പ് ചെയ്താൽ തന്നെ അതെന്ത് ചെയ്യും, അത് ഭയങ്കരമായിട്ട് ഇരട്ടിക്കും ഒരു വർഷം കഴിയുമ്പോഴേക്ക്. അത്രയും ചെറുതായിട്ട് ചെയ്താൽ മതി. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ പ്രസന്റിലി നമുക്കുള്ള കാര്യങ്ങൾ, പ്രസൻസിൽ നമുക്കുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ കൂട്ടിക്കൊണ്ടെന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം നന്നാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് മാത്രം ആ സമയത്ത് വേറെ ഒരു ചിന്തയില്ല, അതിനെ മാത്രം. ഇത് ഒരു ദിവസത്തിന് 24 മണിക്കൂർ നിങ്ങൾ എല്ലാ സമയത്തും ചിന്തിക്കേണ്ട കേട്ടോ. നിങ്ങളൊരു 10 മിനിറ്റോ 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ചിന്തിക്കുകയാണെങ്കിൽ, അതിനെ അല്ലെ 1 മണിക്കൂറോ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ, നിങ്ങൾക്കേതായിട്ടുള്ള മാറ്റി വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റുന്ന ഒരു സമയത്തോ നിങ്ങൾ വളരെ കുറച്ച് മാത്രം അതിന് മാത്രം ചിന്തിക്കുക, വേറെ എവിടെ ചിന്തിക്കുക. അപ്പൊ ആ അടപ്പ് മാത്രം എങ്ങനെയാണ് ആ അടപ്പ് മാത്രം തുറന്നു വെച്ചു, അതിലേക്ക് മാത്രം നമ്മളെ കോൺസെൻട്രേഷൻ. എന്നിട്ടോ അതിങ്ങനെ എഴുതണം, എഴുതിക്കൊണ്ടേയിരിക്കണം. അതിൽ എഴുതിയതിന് ശേഷം കുറെ നമ്മൾ എഴുതുമ്പോ നമ്മൾ വായിച്ചു നോക്കിയിട്ട് അതിനെ ഷോർട്ട് ചെയ്യാം. എന്നിട്ട് അതിന് അത്ര അത്യാവശ്യമുള്ളതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനാണ് ഒരു ഡപ്പ നമ്മളതാണ്. അങ്ങനെ അടുത്ത ഡപ്പ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അടുത്ത ഡപ്പ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയണ്ടേ, എനിക്ക് ഒരു ചെറിയൊരു തലവേദന ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അടുത്ത ഡപ്പ തുറക്കുമ്പോ നെക്സ്റ്റ് ഡപ്പ ഏതാണ്, ഇവിടെ നമ്മളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ റിലേഷൻഷിപ്പിനും നമുക്ക് ആവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും, എന്തിനാണ്, നമ്മളുടെ ഉന്നതിയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യരുത്, അപ്പൊ ഇതിനെ ക്ലോസ് ചെയ്യണം, ഈ സാധനത്തിനെ ക്ലോസ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കുന്നത്. വേറെ ഒന്നും ചെയ്യരുത്, അത് മാത്രമേ അപ്പൊ ചിന്തിക്കാൻ പാടുള്ളൂ. ആ അടപ്പ് ക്ലോസ് ചെയ്തു, ബാക്കിയുള്ള 3 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് മാത്രമേ അപ്പോഴുള്ളൂ, എന്താണ്, റിലേഷൻഷിപ്പ്. എന്തെല്ലാം റിലേഷൻഷിപ്പിനെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, എന്തിനാണ്, എന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, എന്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ചിന്തിച്ച എന്താണ്, എനിക്ക് ഇപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ ഉള്ള കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് അതിൽ കൂടുതൽ മികവ് എങ്ങനെ എനിക്ക് പുലർത്തിക്കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ അപ്പൊ ഈ അടപ്പ് അടച്ചിട്ട് റിലേഷൻഷിപ്പിന്റെ പാത്രം തുറക്കുകയാണ്. എന്നിട്ട് റിലേഷൻഷിപ്പ്, ഞാനുമായിട്ട് എന്തെല്ലാം ബന്ധങ്ങളുള്ള ആളുകളുണ്ട്, എനിക്ക് എത്രത്തോളം, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, എന്റെ ഫാമിലി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് എങ്ങനെ, എന്റെ ടീച്ചേഴ്സ് ഉണ്ട്, എന്നെ പഠിപ്പിച്ച സാറുമാരുണ്ട്, ഇവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് എങ്ങനെ എന്റെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റും. അപ്പൊ അത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ഒരു ബിസിനസ്സുകാരനാണ് ഇയാളെ കസ്റ്റമർ, ഓൾറെഡി ഉള്ള ആളുകളൊക്കെ ചിന്തിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ജോലിക്കാരിയാണെങ്കിൽ എന്റെ ജോലിയെ ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാം. ഒരു ജോലി തേടുന്ന ആളാണെങ്കിൽ എനിക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ എന്റെ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്താം, അത് മാത്രം എഴുതുക. അത് മാത്രം എഴുതിയതിനു ശേഷം അതിനെ മാത്രം കോൺസെൻട്രേറ്റഡ് ആക്കിയാൽ അത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അടുത്ത സാധനം എന്താ വെച്ചാല്, നമ്മളെ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ എന്താണ്, ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ, അതായത് പുതിയ കാര്യങ്ങൾ. ഇവിടെ എന്താണ്, പ്രസന്റിലി നമ്മളെടുത്തുള്ള കാര്യങ്ങളുടെ പാത്രമാണ്, റിലേഷൻഷിപ്പാണ്,
പിന്നെന്താണ് പുതിയ പുതിയ കാര്യങ്ങളെ ഇന്നോവേറ്റീവ് ആയിട്ട് വരുന്ന പുതിയ പുതിയ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ഡെവലപ്പ് ചെയ്യണം. പുതിയ പുതിയ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് മാർക്കറ്റിൽ നമ്മള് AI വന്നുകൊണ്ടിരിക്കുകയാണ്. AIനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെ പഠിക്കും? ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് എങ്ങനെ പഠിക്കും? എന്റെ രൂപത്തിൽ ഒരു അവതാരണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? എനിക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ എനിക്ക് പ്ലാറ്റ്ഫോമിനെ എനിക്ക് എങ്ങനെ ഏറ്റവും നല്ലതായിട്ട് എന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും? അതിൽ അഡിഷൻ സംഭവിച്ചിട്ടല്ല എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടി അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഈ 3 പാത്രങ്ങളും അടക്കാം ക്ലോസ്ഡ് ആണ്. ഇതും ക്ലോസ്ഡ് ആണ്, ഇതും ക്ലോസ്ഡ് ആണ്, ഇതും ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇത് പ്രസന്റിലുള്ളത് ചിന്തിക്കാൻ പാടില്ല, റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, ഈ ഡെവലപ്മെന്റിന്റെ മാത്രം കാര്യങ്ങളെ ചിന്തിക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൈ റിസൾട്ട് ആണ് ഉണ്ടാക്കാൻ പറ്റുക. ഹൈ റിസൾട്ട് പറഞ്ഞാല് ഹൈ റിസൾട്ട് ആണ് ഉണ്ടാക്കാൻ പറ്റുക. വളരെ കുറഞ്ഞ ശതമാനം മാത്രം നമ്മൾ നമ്മളിൽ ഓരോ ആഴ്ചകളിലും ഡെവലപ്മെന്റ് ഉണ്ടാക്കിയാൽ മതി. ഹൈ റിസൾട്ട് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇനി അടുത്തത്, ഇനി ഇതൊക്കെ നമ്മൾ ചെയ്തു. ഓക്കെ, ഈ പാത്രങ്ങൾ ഈ 3 ഭാഗം അടച്ചിട്ട് അടുത്ത തുറക്കേണ്ട ഡപ്പയാണ് നമ്മളുടെ ലീഡർഷിപ്പ് ആണ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ എങ്ങനെ നമ്മള് ലീഡ് ചെയ്ത് കൊണ്ടുപോകും. എങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോവാ? ഇതിന്റെ ഒക്കെ ഇടയില് നമ്മളുടെ ലൈഫിന്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെല്ലാം നയിച്ചു കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകും? ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പ്ലാൻ. അപ്പൊ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എന്തൊക്കെയാണ്? എന്റെ കുട്ടീനെ എങ്ങനെ ഞാൻ ഇന്ന സ്ഥലത്താക്കും? എന്റെ കുട്ടീനെ എങ്ങനെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കും? എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യും? എന്റെ വീട്ടിലെ കുടുംബത്തിനെ എങ്ങനെ ഞാൻ ലീഡ് ചെയ്ത് കൊണ്ടുപോകും? അങ്ങനെ ഇതിന്റെ കൂടെ ഇതിനൊക്കെ കൊണ്ടുപോകാൻ ആവശ്യമായ എന്റെ ലീഡർഷിപ്പ് സ്കിൽ എത്രത്തോളം ഉണ്ട്? ആ ലീഡർഷിപ്പ് സ്കില്ലിനെ ഞാൻ കൂട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ 4 പാർട്ടുകളാക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിങ്കിങ് മസിൽ കുറച്ച് കഴിയുമ്പോൾ ഹൈ പവർ ആയിരിക്കും. അപ്പൊ എന്താ പ്രത്യേകത വെച്ചാൽ ഇപ്പൊ നമ്മള് അരമണിക്കൂറാണ് ഇതൊക്കെ ചിന്തിക്കാൻ എടുക്കുന്നത് എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ഇരട്ടി റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഈ പ്രോസസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ജീവിതത്തിനെ കൊണ്ടുപോകാൻ പറ്റും. ഡിഫോൾട്ട് ആയിക്കൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഡിസൈൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. ഡിഫോൾട്ട് ആയിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ഏതായാലും ജനിച്ചു, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, കുഴപ്പമില്ല, ഇങ്ങനെ പോകാം. അല്ല, ഡിസൈൻ ചെയ്തുകൊണ്ട്, അതായത് എനിക്ക് ഇങ്ങനെയാണ് ആവേണ്ടത്, അതനുസരിച്ച് ഡിസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. അങ്ങനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാറ്റേർഡ് തിങ്കർ ആകാൻ പാടില്ല, ഒരു ലീനിയർ തിങ്കർ ആയിരിക്കണം. അതായത് ഒരു കണ്ടിന്യൂസ് തിങ്കിങ്, ഒരു പ്രോസസിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അങ്ങനെ സ്കാറ്റേർഡ് തിങ്കർ അല്ലാതെ നമുക്ക് ലീനിയർ തിങ്കർ ആയി മാറണമെങ്കിൽ നമ്മളുടെ തിങ്കിങ് മസിലിനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ചെയ്യുക? ആ തിങ്കിങ് മസിലിനെ വളർത്തുന്ന രൂപമാണ് 4 പാർട്ടാക്കി നമ്മളുടെ ബ്രെയിനെ തിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഭാഗത്ത് നമ്മളുടെ പ്രസന്റിലി ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എത്രത്തോളം നിലനിർത്താനും അതിൽ ഏറ്റവും നല്ലതാകാനും കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത്. അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നാണ്. അത് കഴിഞ്ഞാൽ അപ്പൊ ബാക്കിയുള്ള മൂന്ന് ഭാഗങ്ങൾ നമ്മൾ അടച്ചു വെക്കണം. വേറെ ചിന്തിക്കരുത്. അടുത്ത സമയം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഒറ്റ കാര്യമാണ്, റിലേഷൻഷിപ്പാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഏറ്റവും മികച്ചതാക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് രണ്ടും മറ്റതും അടച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ, ഇന്നോവേഷൻ എന്നുള്ള പാർട്ടിനെ നമ്മൾ ഓപ്പൺ ആക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം നമുക്ക് മറ്റു 3 അടച്ചു വെച്ചതിന് ശേഷമാണ് ഇതിനെല്ലാം ലീഡർഷിപ്പ് ക്വാളിറ്റി, ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ അണ്ടറിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ, ഇത് ആദ്യത്തെ ഒരു ബേസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ വി ആർ ബിക്കം ബെറ്റർ ആൻഡ് ബെറ്റർ, മോർ ബെറ്റർ. നമ്മൾ ഭയങ്കര പെർഫോമൻസ് ലെവലിൽ നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ബ്രെയിനിലുള്ള തിങ്കിങ് മസിലിനെ ഡിസൈൻ ചെയ്യേണ്ടത്. ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നസീബ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഹാൻഡിൽ ചെയ്യണേ. ഞാൻ കുറച്ച് സമയം മുന്നേ തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്.
എനിക്കൊരു ചെറിയൊരു തലവേദന വരുന്നുണ്ട്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം. എന്താണെന്ന് അറിയില്ല. എന്തായാലും നസീബ ഞാന് ലീവ് ചെയ്യാണ്. ഒന്ന് ഹാൻഡിൽ ചെയ്യണം ട്ടോ. ഓക്കെ. ഓക്കെ. യെസ്. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ നേരത്തെ ആ തന്നെ വരണം. ഓക്കെ ഓക്കെ വരുമ്പോ സർ. തന്നെ ആ എല്ലാരും വീഡിയോസിൽ വരണം. മറക്കരുത്. നമ്മൾ ഇനി ഇതിന്റെ ബാക്കിയാണ് പഠിക്കാനുള്ളത്. അടുത്ത ബ്രെയിനിന്റെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത് എങ്ങനെയാണ് അടുത്ത് കൊണ്ടുപോകേണ്ടത് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. പോയാൽ നിങ്ങൾക്കത് കിട്ടൂല.